ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മുടെ ഓരോ ക്രിസ്ത്യാനിയുടെയും ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൂദാശയാണ് കുർബാന. നമുക്കെല്ലാവർക്കും അറിയാം. ഈ കുർബാന വലിയൊരു അനുഭവമാക്കി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മാറ്റണം. ഒരു അഭിഷേകത്തിന് വേണ്ടി നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കണ്ണുകളടച്ച് വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ചില ചിന്തകൾ നമുക്ക് പങ്കുവയ്ക്കാം. കർത്താവായ യേശുവെ, അങ്ങ് ജീവിക്കുന്ന ദൈവമായ അങ്ങ് ജീവിക്കുന്ന അപ്പമായി ഞങ്ങളുടെ ഇടയിലേക്ക് എഴുന്നള്ളി വന്നു. ഈശോയെ ഹൃദയം തുറന്ന് സ്വീകരിക്കാൻ, തന്നെ സ്വീകരിച്ചവർക്കെല്ലാം അവിടുന്ന് ദൈവമക്കളാകാൻ കൃപ നൽകി. കർത്താവെ, അങ്ങയെ ഹൃദയം തുറന്ന് സ്വീകരിക്കാനുള്ള വലിയൊരു അഭിഷേകം, അങ്ങനെ ദൈവത്തിൻ്റെ മകനും മകളുമായി തീരാനുള്ള വലിയൊരു അഭിഷേകം ഞങ്ങൾക്ക് തരണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളെല്ലാവരെയും അഭിവാദനം ചെയ്യുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, മനോഹരമായ വിശുദ്ധ കുർബാനയെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ള ഒരാളാണ് ആർച്ച് ബിഷപ്പ് ഫുൾട്ടൻ ജെ ഷീൻ. ഫുൾട്ടൻ ജെ ഷീൻ്റെ അടുത്ത് ഒരു മകള് വന്ന് ഇങ്ങനെ സംസാരിച്ചൊരു സംഭവം അദ്ദേഹം വിവരിക്കുന്നുണ്ട്. ഒരു മകള് വന്ന് പറഞ്ഞു, ഞാൻ RCIA പ്രോഗ്രാം, അതായത് ഒരു കത്തോലിക്കനല്ലാത്ത ഒരു വ്യക്തി കത്തോലിക്കനായി മാറുന്നതിന് വേണ്ടി ഒരു വർഷം നീളുന്ന, 6 മാസം തുടങ്ങി 1 വർഷം വരെ നീളുന്ന ഒരു ശുശ്രൂഷയുണ്ട്, ഒരു പഠന പരമ്പരയുണ്ട്. അതിനെയാണ് RCIA പ്രോഗ്രാം എന്ന് അവർ വിളിക്കുന്നത്. അങ്ങനെ RCIA പ്രോഗ്രാമിലൂടെ കടന്നുപോയ ഒരു മകള് ഫുൾട്ടൻ ജെ ഷീൻ്റെ അടുത്തെന്ന് പറഞ്ഞു, ഞാനൊരു വർഷമായി യേശുവിനെ അറിഞ്ഞുകൊണ്ടിരിക്കും, എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു, കുമ്പസാരം എത്ര നല്ലതാ, രോഗിലേപനം, രോഗികളായി കിടക്കുന്നവർക്ക് ഇത് കൊടുക്കുന്ന എത്ര നല്ലതാ, എത്ര മനോഹരമാണ് എല്ലാം കത്തോലിക്ക സഭയുടെ. ഒരു കാര്യം മാത്രം എനിക്ക് അങ്ങ് ബോധ്യപ്പെടുന്നില്ല. അത് മറ്റൊന്നുമല്ല, ഈ കുർബാന, ഈ അപ്പം ദൈവമാണെന്ന് പറയുന്നത് ഞങ്ങൾക്ക് അങ്ങ് ബോധ്യപ്പെടുന്നില്ല. അതൊരു സിമ്പലായി കണ്ടാൽ പോരെ, അല്ലാതെ ഈ അപ്പം ദൈവമാണെന്ന് പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് ഫുൾട്ടൻ ജെ ഷീൻ്റെ അടുത്ത് ഈ മകൾ വന്ന് ചോദിച്ചു. പിന്നെ അവൾ പറഞ്ഞു, എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു, ബാക്കി എല്ലാം മനോഹരമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഫുൾട്ടൻ ജെ ഷീൻ ഒരു നിമിഷം ചിന്തിച്ചു, ഒരു നിമിഷം പ്രാർത്ഥിച്ചു. എന്നിട്ട് ഈ മകളോട് പറഞ്ഞു, മോളെ, നിൻ്റെ ഭർത്താവ് എവിടെയാണ്? അപ്പോൾ അവൾ പറഞ്ഞു, എൻ്റെ ഭർത്താവ് മിലിറ്ററിയിലാണ്. കഴിഞ്ഞ നൂറ്റാണ്ടിലത്തെ സംഭവമല്ലേ, പല സ്ഥലങ്ങളിൽ യുദ്ധവും കാര്യങ്ങളൊക്കെ നടക്കുന്ന നൂറ്റാണ്ടാണ്. 20-ാം നൂറ്റാണ്ട് ഏറ്റവും രക്തരൂഷിതമായ നൂറ്റാണ്ട് എന്ന് വേണമെങ്കിൽ 20-ാം നൂറ്റാണ്ടിനെ വിളിക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ ഭർത്താവ് മിലിറ്ററിയിലാണ്, അവനിവിടെ ഇല്ല. ഫുൾട്ടൻ ജെ ഷീൻ ചോദിച്ചു, മോളെ, നീ അവൻ എഴുത്തെഴുതാറുണ്ടോ? പറഞ്ഞു, എഴുത്തെഴുതാറുണ്ട്. എഴുത്ത് കിട്ടുമ്പോൾ എങ്ങനെയാണ്, നിനക്ക് വലിയ സന്തോഷമാണോ? അപ്പോൾ അവൾ പറഞ്ഞു, അതെ, എനിക്ക് എഴുത്ത് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അല്ലേ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ, മൊബൈൽ ഫോണൊക്കെ വരുന്നതിന് മുമ്പ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഏറ്റവും നമ്മൾ ഉപയോഗിച്ചിരുന്ന മാർഗം എഴുത്തെഴുതുക എന്നുള്ളതാണ്. ഗൾഫിലുള്ള ഭർത്താവിന് ഭാര്യയോടെ നിന്ന് എഴുത്തെഴുതുന്നു, അവിടെ നിന്ന് ഇങ്ങോട്ട് എഴുതുന്നു. ഒരു എഴുത്ത് കിട്ടുമ്പോഴൊരു സന്തോഷം, അല്ലേ, ആളെ നേരിട്ട് കണ്ട പോലെയാണ്, ഭയങ്കര ഒരു സന്തോഷം. അപ്പോൾ ഷീൻ ചോദിച്ചു, എത്ര സന്തോഷമുണ്ടോ നിനക്ക്? വലിയ സന്തോഷമുണ്ട്. പിന്നെ നീ എന്താ ചെയ്യാറുള്ളത് ആളെ കോൺടാക്ട് ചെയ്യാൻ? ഞാൻ ഫോൺ വിളിക്കാറുണ്ട്. ഫോൺ വിളിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ നിനക്ക് സന്തോഷമാണോ? അവൾ പറഞ്ഞു, അത് വളരെ സന്തോഷമാണ്, ആൾ അടുത്തുള്ള പോലെ ഒരു അനുഭവമാണ്. കുറേ നാൾക്ക് ശേഷം, എപ്പോഴും വിളിക്കാൻ പറ്റില്ല, യുദ്ധത്തിലല്ലേ, അപ്പോൾ ഇടയ്ക്കങ്ങ് ഫോൺ കിട്ടുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണെന്ന് ആ സ്ത്രീ പറഞ്ഞു. ഭാര്യ ഭർത്തൃബന്ധത്തിൽ അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ കൂടുതലായിരിക്കാം. എന്തെന്നായാലും പ്രിയമുള്ള സഹോദരങ്ങളെ, ഫുൾട്ടൻ ജെ ഷീൻ ആ മകളോട് ചോദിച്ചു, മോളെ, നിനക്ക് കത്ത് വായിച്ചപ്പോൾ സന്തോഷം ഉണ്ടായി ഇല്ലേ? ഉവ്വ്. ഫോൺ വിളിച്ചപ്പോൾ അതിനേക്കാൾ കൂടുതൽ സന്തോഷം ഉണ്ടായി? ഉവ്വ്. അവൻ വരേണ്ട ആവശ്യമുണ്ടോ? ഈ സന്തോഷം മാത്രം മതിയോ നിനക്ക്? അവൻ വരേണ്ട ആവശ്യമുണ്ടോ? ഇപ്പോഴും സന്തോഷമല്ലേ, ആ സന്തോഷത്തിൽ നിന്നാൽ മതിയോ? അത് പറ്റില്ല, അവൻ വരണം. അപ്പം എന്തിനാണ് വരുന്നത്? ഈ എഴുത്തുകൊണ്ട് സ്നേഹം പ്രകടിപ്പിച്ച, വചനം കൊണ്ട് സ്നേഹം പ്രകടിപ്പിച്ചാൽ പോരാ. ശബ്ദം കൊണ്ട് സ്നേഹം പ്രകടിപ്പിച്ചാൽ പോരാ. പിന്നെ എന്ത് വേണം? ആ സ്ത്രീ പറഞ്ഞു, എൻ്റെ ഭർത്താവ് നേരിൽ വന്നാലേ, എന്നിട്ട് എന്നോട് പറഞ്ഞാലേ ആ സ്നേഹം എനിക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാവുകയുള്ളൂ. എത്ര എഴുത്തെഴുതിയാലും, എത്ര അകലെ നിന്ന് സംസാരിച്ചാലും
അദ്ദേഹം നേരിട്ട് വന്ന് എന്നോട് സംസാരിക്കുമ്പോഴാണ്, എന്നെ വാരിപ്പുണരുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ സ്നേഹം എനിക്ക് മനസ്സിലാകുന്നത്. ആ സമയത്ത് ഫുൾട്ടൻ ജേഷൻ ഇങ്ങനെ പറഞ്ഞു, മോളെ, ദൈവം പല രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്, അതൊക്കെ മനുഷ്യൻ്റെ മനസ്സിനെ ആനന്ദിപ്പിച്ചിട്ടുണ്ട്. പഴയ നിയമത്തിൽ ദൈവം സംസാരിച്ചു, മനുഷ്യ മനസ്സിന് ആനന്ദം ഉണ്ടായിട്ടുണ്ട്. പുതിയ നിയമത്തിൽ ക്രിസ്തു വരുന്നതിന് മുമ്പ് പരിശുദ്ധ അമ്മയോട് സംസാരിച്ചു, വലിയ ആനന്ദം അവരുടെ ഉള്ളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അത് മതിയോ? ദൈവത്തിന് ഒരുപാട് ദൈവം സ്നേഹിക്കുന്ന ആളുടെ അടുത്തേക്ക്, മക്കളുടെ അടുത്തേക്ക് വരാനുള്ള ആഗ്രഹം ഉണ്ടാവില്ലേ? അവരുടെ അടുത്തേക്ക് അവരായിരിക്കുന്നത് പോലെ കടന്നു ചെല്ലാനുള്ള ആഗ്രഹം ഉണ്ടാവില്ലേ? അങ്ങനെ കടന്നു വന്ന കൂദാശയാണ് മോളെ വിശുദ്ധ കുർബാന എന്ന് ഫുൾട്ടൻ ജേഷൻ പറയുന്ന ആ സമയത്ത് തന്നെ അവളുടെ ഹൃദയത്തിൽ വലിയ മാറ്റം ഉണ്ടായി. പ്രിയമുള്ള മക്കളെ, നമ്മുടെ കർത്താവ് എന്തിന് അപ്പത്തിൻ്റെ രൂപത്തിൽ എഴുന്നള്ളി വന്നത്? നമ്മുടെ കൂടെ ആയിരിക്കാൻ. സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താ? കൂടെ ആയിരിക്കുക എന്ന് പറഞ്ഞാലുള്ള സ്നേഹം അല്ലേ? അങ്ങനെയല്ലേ? ചില സമയങ്ങളിൽ എനിക്ക് തോന്നാറുണ്ട്, ചില ഭവനങ്ങളിൽ പ്രത്യേകിച്ച് ഈ ഇടയ്ക്കൊക്കെ കാണുമ്പോൾ ഒരുപാട് വീടുകളിൽ മാതാപിതാക്കൾ ഒറ്റയ്ക്കാണ്, അപ്പാപ്പനും അമ്മാമ്മയും മാത്രമുള്ള വീടുകൾ കേരളത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? അങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഞാനൊരു വീട്ടിൽ ചെന്നിട്ട് അവരോട് പറഞ്ഞു, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ആ വീട്ടിൽ ചെന്ന് പറഞ്ഞു, എന്തൊരു കഷ്ടമാണ്, നിങ്ങൾ ഒറ്റയ്ക്കാണല്ലോ ഇവിടെ താമസിക്കുന്നത്, മകനോടൊന്ന് വരാൻ പറയും, മകളോടൊന്ന് വരാൻ പറയും. അപ്പോൾ അപ്പാപ്പനും അമ്മാമ്മയും പറഞ്ഞു, അവർക്കൊക്കെ വലിയ തിരക്കാണ് അച്ഛാ. പ്രിയമുള്ള സഹോദരങ്ങളെ, അവർക്ക് തിരക്കാണ്, സത്യമാണ്. ഇനി അടുത്തൊരു കാര്യമുണ്ട്, എന്താണെന്നറിയാവോ? സ്നേഹവും കുറവാണ്. സ്നേഹം ഉണ്ടെങ്കിൽ ഒരു അപ്പാപ്പൻ്റെ രോഗപീഡയുടെ സമയത്താണ് ഞാനിത് അവരോട് സംസാരിച്ചത്. അപ്പാപ്പന് വലിയ രോഗത്തിലൂടെ കടന്നു പോവുക. ആ സമയത്ത് ആരെങ്കിലും വേണ്ടേ? കൂടെ ആരെങ്കിലും വേണ്ടേ? വേണമെങ്കിൽ ഉള്ളിൽ സ്നേഹം വേണം. സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ശാരീരികമായ സാന്നിധ്യം ആ വ്യക്തിയുടെ മുമ്പിൽ വെച്ചു കൊടുക്കും. എന്താണ് നമുക്ക് സ്നേഹമുള്ളവരെ കാണണമെന്ന ആഗ്രഹം? പ്രിയപ്പെട്ടവരെ കാണണമെന്ന ആഗ്രഹം? അവരെ സ്വരം കേട്ട് എഴുത്ത് കണ്ടാൽ മാത്രം മതിയോ? വലിയ സ്നേഹം വരുമ്പോൾ എന്താണെന്നറിയാവോ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ? ശാരീരികമായ സാന്നിധ്യം നമ്മൾ ആഗ്രഹിക്കും. ഈശോ ചെയ്തത് അത് തന്നെയാണ്. ഈശോ വിശുദ്ധ കുർബാനയിലൂടെ തൻ്റെ ശാരീരികമായ സാന്നിധ്യം തൻ്റെ മക്കൾക്ക് നൽകി. അത് സ്നേഹത്തിൻ്റെ പ്രതീകമാണ്, സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ സ്നേഹത്തിൻ്റെ അടയാളമാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. രണ്ടാമതായിട്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഫുൾട്ടൻ ജേഷൻ പഠിപ്പിക്കുന്ന വലിയൊരു കാര്യം എനിക്ക് വലിയ ഇഷ്ടമാണ്. യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം 53-ാമത്തെ തിരുവചനം ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ എന്നെ ഭക്ഷിക്കുന്നില്ലെങ്കിൽ, എൻ്റെ തിരുശരീരം ഭക്ഷിക്കുന്നില്ലെങ്കിൽ, തിരുരക്തം പാനം ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കുകയില്ല. വചനമൊന്ന് ശരിക്കൊന്ന് ശ്രദ്ധിച്ചു കേട്ടൻ. നിങ്ങൾ എന്നെ ഭക്ഷിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കുകയില്ല. നിങ്ങൾ എന്നെ കുടിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കുകയില്ല എന്ന് വളരെ വ്യക്തമായിട്ട് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം ഓർമ്മിപ്പിക്കുകയാണ്. ഇനി ആത്മീയ ജീവനെക്കുറിച്ചൊന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കുക എൻ്റെ പ്രിയ സഹോദരങ്ങളെ. ആത്മീയമായ ജീവനുണ്ടോ? ഉണ്ടെന്ന് വിശ്വസിക്കുന്നവനെ വിശുദ്ധ കുർബാനയെക്കുറിച്ച് ധ്യാനിക്കാൻ തന്നെ സാധിക്കുകയുള്ളൂ. ആത്മീയമായ ജീവനുണ്ട്. വെളിപാടിൻ്റെ പുസ്തകം 3-ാമത്തെ അധ്യായം 1-ാമത്തെ തിരുവചനം, ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുകയാണ്, നീ ജീവിച്ചിരിക്കുന്നവൻ എന്നാണ് നിന്നെക്കുറിച്ച് നീ വിചാരിച്ചു കൊണ്ടിരിക്കുന്നത്. എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്, നീ യഥാർത്ഥത്തിൽ മൃതനാണ്. ശാരീരികമായിട്ട് ആ മനുഷ്യൻ ജീവിക്കുന്നുണ്ട്, എന്നാൽ ആത്മാവിൽ ആ മനുഷ്യൻ മരിച്ചുപോയി എൻ്റെ പ്രിയമുള്ള സഹോദരൻ. അതുകൊണ്ട് 2-ാമത്തെ വചനം പറയാം, നിന്നിൽ ആസന്ന മരണമായി കിടക്കുന്ന സാധനങ്ങളെ, ആത്മീയ ജീവനെ എങ്ങനെ ഉത്തേജിപ്പിക്കാം എന്നതിനെക്കുറിച്ച് നീ ധ്യാനിക്കുക. എങ്ങനെ നിൻ്റെ ഉള്ളിൽ ആസന്ന മരണമായി കിടക്കുന്ന ദൈവിക ജീവനെ ഉത്തേജിപ്പിക്കാം എന്നതിനെക്കുറിച്ച് നീ ധ്യാനിക്കണം, ചിന്തിക്കണം എന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. ലൂക്കായുടെ സുവിശേഷം 15-ാമത്തെ അധ്യായം 24-ാമത്തെ തിരുവചനവും 32-ാമത്തെ തിരുവചനവും ഒരു കാര്യം പറയുന്നുണ്ട്. ധൂർത്തപുത്രനെ പറ്റി അവൻ്റെ അപ്പൻ പറഞ്ഞ കാര്യമാണ്. അവൻ്റെ അപ്പൻ മകനെ പറ്റി പറയുക. എടാ, ജോലിക്കാരോടാണ് 24-ാമത്തെ അധ്യായത്തിൽ വാക്യത്തിൽ പറയുന്നത്, സഹോദരങ്ങളെ, എൻ്റെ ഈ മകൻ മൃതനായിരുന്നു. മൂത്ത ചേട്ടൻ്റെ അടുത്താണ് 32-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, എടാ നിൻ്റെ അനിയൻ മൃതനായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആത്മീയ ജീവൻ്റെ ഒരു മേഖലയുണ്ട്. ആത്മീയ ജീവൻ്റെ മേഖല, ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ ഹൃദയപൂർവ്വം ശ്രദ്ധിക്കണം. തിരുശരീരവും തിരുരക്തവും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തല്ലാതെ ആ ജീവൻ ഉത്തേജിക്കപ്പെടുകയില്ല.
ആ ജീവൻ ഉത്തേജിക്കപ്പെടുകയില്ല. ഒരു രക്ഷയില്ല എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നടക്കില്ല എന്ന് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുക. നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കുകയില്ല. അപ്പോൾ വിശുദ്ധ കുർബാനയ്ക്ക് നിങ്ങളൊരു നാവ് കൊടുത്താൽ, വിശുദ്ധ തിരുരക്തത്തിന് ഒരു നാവ് കൊടുത്താൽ, ആ നാവ് വെച്ച് തിരുശരീരവും തിരുരക്തവും നമ്മളോട് പറയും. യേശു യോഹന്നാൻ 6:53 പറഞ്ഞ അതേ കാര്യം, മോനെ മോളെ, നീ ആത്മാവിൽ നീ എന്നെ സ്വീകരിച്ചില്ലെങ്കിൽ, നിൻ്റെ ശരീരത്തിൽ നീ എൻ്റെ ഈ തിരുശരീരവും തിരുരക്തവും സ്വീകരിച്ച് ആത്മാവിൽ എന്നെ സ്വീകരിച്ചില്ലെങ്കിൽ നിൻ്റെ ആത്മാവിൽ ജീവൻ ഉണ്ടായിരിക്കുകയില്ല. അത് സത്യമാണ്. അപ്പോൾ എൻ്റെ പ്രിയമുള്ള സഹോദരൻ, നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. നമ്മുടെ ജീവിതത്തിൽ ആത്മീയ ജീവനെക്കുറിച്ചുള്ള ധാരണ നമുക്ക് എന്തുമാത്രമുണ്ട്? എൻ്റെ ആത്മീയ ജീവൻ എന്തുമാത്രം ശക്തിപ്പെട്ടിട്ടുണ്ട്? എൻ്റെ ആത്മാവ് എന്തുമാത്രം ബലമുണ്ട്, അല്ലേ? എൻ്റെ ആത്മാവിന് എന്തുമാത്രം ജീവനുണ്ട് എന്നൊന്ന് ചിന്തിച്ച് നോക്കുക. മൂന്നാമതായി, ഈ ജീവൻ തരണമെങ്കിൽ കുർബാനയെ പറ്റി നമ്മൾ പറയുന്നത് എന്നാ? എപ്പോഴും നമ്മൾ കുർബാനയെ പറ്റി പറയുമ്പോൾ പറയും, ഞാൻ വിശുദ്ധ ബലിക്ക് പോവുകയാണ്. വിശുദ്ധ ബലി, അതായത് നമ്മളിങ്ങനെ ചിന്തിക്കണം. അതായത് ഒരാളുടെ ജീവൻ എടുത്തിട്ടേ എനിക്ക് ജീവിക്കാൻ പറ്റൂ. അത് മൃഗമായാലും സസ്യമായാലും ധാന്യമായാലും എന്തായാലും. നോക്കിയാൽ നമ്മൾ എടുക്കുക, ചോറ് ആണ് നമ്മൾ കഴിക്കണമെന്ന് വിചാരിക്കുക. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, പൊതുവെ മലയാളിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമാണല്ലോ ചോറ്. ഈ ചോറാവുന്നത് എങ്ങനെയാണ് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ? അതൊരു നെൽക്കതിരിൻ്റെ ഭാഗമായി നിൽക്കുന്ന ആ നെല്ലിനെ നമ്മൾ പറിച്ചെടുക്കും. പറിച്ചെടുത്തിട്ട് എന്താ ചെയ്യുക? നമ്മൾ അതിനെ പുഴുങ്ങും, അല്ലേ? പുഴുങ്ങിയിട്ട് എന്താ ചെയ്യുക? അതിനെ നെല്ല് കുത്തും. നെല്ല് കുത്തി അരി എടുക്കും, അല്ലേ? അരി എടുത്തിട്ട് അരി നമ്മൾ എന്ത് ചെയ്യും? അത് വെള്ളത്തിലിട്ട് പുഴുങ്ങും. എന്നിട്ട് ചോറായിട്ടാണ് നമ്മളത് കഴിക്കണത്, അല്ലേ? അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഒരു സഹനമില്ലാതെ, ഒരു ബലിയില്ലാതെ ഒരു ഭക്ഷണമുണ്ടോ? ഈശോ പറയാം, എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ് എന്ന് ഈശോ പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ വലിയൊരു ബലിയുടെ ഒരു സൂചനയുണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ. ബലിയില്ലാതെ ഭക്ഷണമില്ല. ഞാൻ പറയുന്ന ആളുകളുടെ വേർപ്പിനെ പറ്റിയല്ല, ആ ഭക്ഷണത്തിൻ്റെ ബലിയെ പറ്റി തന്നെയാണ് ഞാൻ പറയുന്നത്. ആ ഭക്ഷണം തന്നെ ഒരു ബലിയിലൂടെ കടന്നു പോകുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ നോക്കുക എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ക്രിസ്ത്യാനികൾക്ക് ഇറച്ചി വലിയ താല്പര്യമുള്ള ആളുകളാണ് പൊതുവെ. അപ്പോൾ നമ്മൾ പോത്തിറച്ചി തിന്നാണെന്ന് വിചാരിക്കുക. പോത്തിറച്ചി തിന്നുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ആ പോത്തിൽ നിന്ന് അത് ഇറച്ചി അറുത്തെടുത്തിട്ട് നമ്മൾ അത് വേവിച്ച് ചൂടാക്കി, അല്ലേ? ചൂടാക്കി വേവിച്ച് അതിൽ മിളകും എന്തൊക്കെയാണ് പുരട്ടുന്നത് അതൊക്കെ പുരട്ടി അങ്ങനെ അതിനെ കുക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഭക്ഷിക്കുന്നത്. ഒരു ബലി അതിൻ്റെ പിന്നിലുണ്ട്. ആ ബലി വസ്തുവിൻ്റെ പിന്നിൽ ഒരു ബലിയുണ്ട്. എൻ്റെ പറയാം, ഭക്ഷണത്തിൻ്റെ പിന്നിൽ ഒരു ബലിയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കുർബാനയെ ബലി എന്ന് വിളിക്കുന്നത്. ഈശോ അപ്പമായി തീരാൻ വേണ്ടി എന്തുമാത്രം സഹിച്ചു എന്ന് ചിന്തിക്കണം. എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണെന്ന് പറയാൻ വേണ്ടി യേശുക്രിസ്തു എന്തുമാത്രം സഹനങ്ങളിലൂടെ കടന്നുപോയി, ബലിയിലൂടെ കടന്നുപോയി, കുരിശുമരണത്തിലൂടെ കടന്നുപോയി എന്ന് നമ്മൾ ഓരോരുത്തരും ആഴമായി ധ്യാനിക്കുമ്പോഴാണ് എൻ്റെ പ്രിയമുള്ള മക്കളെ ഇതിൻ്റെ വലിയൊരു മഹത്വം നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഇനിയൊന്ന് ചിന്തിച്ച് നോക്കിക്കേ, ഈശോ ഭക്ഷണമായി തീരാൻ വേണ്ടി ബലിയർപ്പിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മുടെ ജീവിതത്തിലേക്ക് വിശുദ്ധ കുർബാനയെ ഒന്ന് കൊണ്ടുവരാം. നമ്മളെല്ലാവരും മുറിക്കപ്പെടാനും വേണ്ടി വിളിക്കപ്പെട്ടവരാണ് പുരോഹിതരെന്ന് പലപ്പോഴും പറയാറുണ്ട്. പല അച്ഛന്മാരുടെയും കാർഡിൽ അച്ഛന്മാരെ പട്ടം കിട്ടുന്ന സമയത്ത് ഇങ്ങനെ എഴുതാറുണ്ട്, മുറിയാനും മുറിക്കപ്പെടാനും. എന്തിനു വേണ്ടിയിട്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ? നിൻ്റെ സഹോദരങ്ങൾക്ക് ഭക്ഷണമായി തീരണമെങ്കിൽ, അതായത് നിന്നെ ഭക്ഷിച്ച്, നിൻ്റെ ശരീരത്തെ ഭക്ഷിക്കുന്നതിനെ കുറിച്ചല്ല ഞാനിപ്പോൾ പറയുന്നത് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ. നമ്മുടെ ജീവിതത്തെ ഭക്ഷിച്ച് ഒരാൾക്ക് ജീവിക്കണമെങ്കിൽ എന്തു വേണം? നീ ഭക്ഷണമാകണമെങ്കിൽ ബലി വേണം, സഹനം വേണം. ഈ കുർബാന സ്വീകരിക്കുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് അറിയാമോ? കുർബാന സ്വീകരിക്കുമ്പോൾ ഈ ഒരു മനോഭാവത്തോടു കൂടി കർത്താവിൻ്റെ സന്നിധിയിൽ ചെന്ന് പ്രാർത്ഥിച്ച് കുർബാന അർപ്പിക്കുന്ന ഒരാൾ, കുർബാന സ്വീകരിക്കുന്ന ഒരാൾ, അവൻ എന്താ കിട്ടുന്നതെന്നറിയാമോ? അവൻ ഈ പവർ കിട്ടുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ഭക്ഷണമായി തീരാനുള്ള പവർ, വേറൊരാളെ സ്നേഹിക്കാനുള്ള ശക്തി, അവന് വേണ്ടി ജീവിതം അർപ്പിക്കാനുള്ള ഒരു ശക്തി അവന് ലഭിക്കുകയാണ്. നമ്മൾ മദർ തെരേസയുടെ ജീവിത ചരിത്രം വായിക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ചില സിസ്റ്റേഴ്സ് പങ്കുവെച്ചതാണ് എനിക്ക് ഓർമ്മയുണ്ട്.
ഒരു സിസ്റ്റർ എന്നോട് പറഞ്ഞു, ഈശോയുടെ മുമ്പിലിരിക്കാതെ വിശുദ്ധ കുർബാന സ്വീകരിക്കാതെ അവർ മിഷൻ പ്രവർത്തനത്തിനായിട്ട് പുറത്തേക്ക് പോവില്ല. ഈശോയുടെ മുമ്പിൽ 1 മണിക്കൂർ ഇരിക്കണം, അല്ലാതെ ഒരു പരിപാടിയില്ല എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ. ഈശോയെ സ്വീകരിക്കണം, അല്ലാതെ ഒരു സുവിശേഷ പ്രഘോഷണമില്ല അവർക്ക്. അപ്പോൾ ഒരു സിസ്റ്റർ ഭയങ്കര ക്ഷീണമായിട്ട് ഉറങ്ങിപ്പോയി, എഴുന്നേൽക്കാൻ വിട്ടുപോയി. അപ്പോൾ നിങ്ങൾക്കറിയാം, അവർക്ക് 2 സാരിയേ ഉള്ളൂ, 3 സാരി ഉണ്ട്. ഒരു സാരി വിശേഷ അവസരങ്ങൾ മാത്രം കൊടുക്കാൻ വേണ്ടി, 2 സാരിയാണ് അവർക്ക് പൊതുവേ ഉള്ളൂ. ഒരു സാരി ഇടുമ്പോൾ മറ്റേ സാരി അലക്കിയിടണം, അത് ഉണങ്ങിയിട്ട് വേണം അടുത്ത് മാറാനായിട്ട്. അങ്ങനെ ഭയങ്കര ദാരിദ്ര്യത്തിൽ ജീവിക്കുകയാണ്. അപ്പോൾ ഈ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വേണം വസ്ത്രം അലക്കാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ. അങ്ങനെ ചെയ്യുന്നതിന് ഇതിൽ ഒരു കന്യാസ്ത്രീ അങ്ങ് ഉറങ്ങിപ്പോയി. നമ്മൾ സാധാരണ നിലയ്ക്ക് എന്താ വിചാരിക്കുക, എടാ പാവം, അത് ഉറങ്ങിപ്പോയതല്ല, കുഴപ്പമില്ല. മദർ തെരേസ അങ്ങനെ തന്നെ വിചാരിച്ചു. പക്ഷേ ഒരു കാര്യമുണ്ട്, മദർ തെരേസ ആ മോളോട് പറഞ്ഞു, മോളെ നീ ഇന്ന് സുവിശേഷവൽക്കരണത്തിന് വരണ്ട, നീ ഇന്ന് വരണ്ട. അപ്പോൾ അവൾ പറഞ്ഞു, അയ്യോ അങ്ങനെയല്ല, ഞാനിന്ന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, കുറേ പാവപ്പെട്ടവരുടെ അടുത്ത് ഞാൻ ചെല്ലാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അവരുടെ അടുത്ത് എനിക്ക് പങ്കുവയ്ക്കാനുണ്ട്. മദർ തെരേസ പറഞ്ഞു, വേണ്ട മോളെ, നീ വരണ്ട, നീ അവിടെ ഇരുന്നാൽ മതി. കാരണം എന്താണെന്നറിയാവോ, നീ യേശുവിനെ സ്വീകരിച്ചില്ലെങ്കിൽ, യേശുവിൻ്റെ മുമ്പിലിരുന്ന് പ്രാർത്ഥിച്ച് മണിക്കൂർ ഒന്നെങ്കിലും യേശുവിൻ്റെ മുമ്പിലിരുന്ന് പ്രാർത്ഥിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ചില്ലെങ്കിൽ നിനക്ക് മുറിയാനും മുറിയപ്പെടാനുള്ള കൃപ കിട്ടില്ല. നീ നിന്നെ തന്നെ കൊടുക്കും, യേശുവിനെ കൊടുക്കാൻ നിനക്ക് പറ്റില്ല. എന്നാൽ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നീ ഒരുങ്ങി പ്രാർത്ഥിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ച് നിന്നെ തന്നെ മുറിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ മുറിവിൽ ആരുണ്ടായിരിക്കും? യേശു ഉണ്ടായിരിക്കും. കാരണം നീ 1 മണിക്കൂർ യേശുവിൻ്റെ മുമ്പിലിരുന്നു, നീ വിശുദ്ധ കുർബാന സ്വീകരിച്ചു, ഇനി നീ നിന്നെ തന്നെ അങ്ങ് കൊടുത്തോ, അതിലാരുണ്ടാകും? യേശു ഉണ്ടാകും. അപ്പം ഇങ്ങനെ കുർബാന സ്വീകരിച്ച് കുർബാനയായി മാറാൻ വിളിക്കപ്പെട്ട ആളുകളാണ് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ. നമ്മൾ ഓരോരുത്തരും അങ്ങനെ മാറേണ്ടവരാണ്, ഓരോ ക്രിസ്ത്യാനിയും. ഏറ്റവും അവസാനമായി, ഈ കുർബാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുവിൻ്റെ മരണത്തിലുള്ള പങ്കുചേരലാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഭക്ഷണമായി തീരാൻ വേണ്ടി ഒരാൾ മരിക്കണം, നെൽമണി മരിക്കണം, മറ്റെന്താണോ ഭക്ഷിക്കുന്നത് അതൊക്കെ മരിക്കേണ്ടതായിട്ടുണ്ട്. മരണത്തിലുള്ള പങ്കുചേരലാണ് വിശുദ്ധ കുർബാന. അപ്പം നമ്മൾ ബലിയർപ്പിക്കാനായിട്ട് പോകുമ്പോൾ നമ്മൾ ഓർക്കണം, യേശുവിൻ്റെ മരണത്തിൽ പങ്കാളിയാകാനാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മളൊരു അപ്പം എടുത്ത് അല്ലെങ്കിൽ ഒരു മുന്തിരി ചാറെടുത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയം നമ്മൾ ഓർക്കേണ്ട സത്യം ഇതാണ്. ഒരു അപ്പമാകാൻ വേണ്ടി ഗോതമ്പ് എന്തൊക്കെ പ്രോസസ്സിലൂടെ കടന്നു പോയില്ലേ, അവസാനം ഇടിച്ച് പൊടിച്ച് അതിനെ പരത്തി, ഉണക്കി പരത്തി അതങ്ങ് അപ്പമായിട്ട് മാറി നിൻ്റെ അടുത്ത് വരുമ്പോൾ, അല്ലെങ്കിൽ മുന്തിച്ചാറെടുത്ത് ഉണക്കി അതിനെ പിഴിഞ്ഞ് അതിൽ നിന്ന് ചാറെടുത്ത് അത് കാസയിലെടുത്ത് കൊണ്ടുവരുമ്പോൾ എപ്പോഴും ഓർക്കണം എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, യേശുവിൻ്റെ മരണത്തിൽ ഞാൻ പങ്കാളിയാവുകയാണ്. റോമാലേഖനം 5-ാമത്തെ അധ്യായം നമ്മൾ ഓർമ്മിപ്പിക്കുന്നില്ലേ, മാമുദിസേനെ പറ്റി പറയുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്. അവൻ്റെ മരണത്തിൽ നമ്മൾ പങ്കാളിയായി, അവൻ്റെ മരണത്തിൽ നമ്മൾ പങ്കാളിയായി. നമ്മൾ മാമുദീസ ജലത്തിൽ അങ്ങ് നമ്മളെ തന്നെ അങ്ങ് മുങ്ങുമ്പോൾ നമ്മൾ യേശുവിൻ്റെ മരണത്തിൽ അങ്ങ് പങ്കാളിയാവുകയാണ്. യേശുവിൻ്റെ മരണത്തിൽ പങ്കാളിയാകാതെ ഒരാൾക്കും അവൻ്റെ ഉത്ഥാനത്തിലും പങ്കാളിയാവാൻ പറ്റില്ല. അതുകൊണ്ട് വചനം എങ്ങനെ പറയുന്നത്, അവൻ്റെ മരണത്തിൽ പങ്കാളിയായെങ്കിൽ അവൻ്റെ ഉത്ഥാനത്തിന് സദൃശ്യമായ ഒരു ഉത്ഥാനത്തിലും നീ പങ്കാളിയാവും. അതുകൊണ്ടാണ് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ വചനം ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നത്, എൻ്റെ ശരീരം ഭക്ഷിക്കുന്നവനെ ഞാൻ അവസാന ദിവസം ഉയർപ്പിക്കും. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? അവൻ്റെ മരണത്തിൽ ഞാൻ വിശുദ്ധ കുർബാന വഴിയായി പങ്കാളിയാകുന്നത് കൊണ്ട് അവൻ്റെ ഉത്ഥാനത്തിൽ അവസാന ദിവസം അവൻ എന്നെ പങ്കാളിയാക്കും. അവൻ്റെ മരണത്തിൽ പങ്കാളിയാകാതെ ഉത്ഥാനത്തിൽ പങ്കാളിയാകാൻ സാധിക്കുകയില്ല. അപ്പോൾ നമ്മളൊരു കൊച്ചു കുർബാനയൊക്കെ സ്വീകരിച്ചിട്ട് നമ്മൾ വീട്ടിലേക്ക് ചെല്ലാണെന്ന് വിചാരിക്കുക. വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് അവിടെ ഇതാ ഒരാൾ ഒരു സഹനവുമായിട്ട് ഇരിക്കുകയാണെന്ന് വിചാരിക്കുക. വെറുതെ വിചാരിക്കുക, എൻ്റെ പ്രിയമുള്ള സഹോദരൻ, നമ്മളെപ്പറ്റി എന്തെങ്കിലും ഒരു ദേഷ്യമോ ഒരു കുത്തി വർത്താനമോ അല്ലെങ്കിൽ ഒരു വെറുപ്പോടു കൂടിയുള്ള ഒരു നോട്ടമോ എന്തെങ്കിലും ചെയ്തെന്ന് വിചാരിക്കുക. നീ എന്ത് കഴിഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്? യേശു ക്രിസ്തുവിൻ്റെ മരണത്തിൽ പങ്കാളിയായിട്ടാണ് കുർബാന സ്വീകരിച്ച് വന്നിട്ടുള്ളത്, അല്ലേ? ഇനി നീ ആരായിട്ട് മാറണം? യേശുവായിട്ട് മാറണം, അല്ലേ? നിൻ്റെ മുറിച്ചെടുത്തു കഴിഞ്ഞാൽ, ശരീരം മുറിച്ചെടുത്താലും ഹൃദയം മുറിച്ചെടുത്താലും ആത്മാവ് മുറിച്ചെടുത്താലും അതിൽ ആരുണ്ടായിരിക്കണം? യേശു ഉണ്ടാകണം. അപ്പോൾ അങ്ങനെ ഒരു നോട്ടം വരുമ്പോൾ ഒരു ചെറിയൊരു മരണം നമ്മുടെ ഉള്ളിൽ സംഭവിക്കും. അത് ആരോടുകൂടി ചേർത്ത് വെക്കണം?
കുർബാനയുടെ കൂടെ അങ്ങ് ചേർത്ത് വെക്കണം. എന്തിനു വേണ്ടിയിട്ട്? നാളത്തെ ദിവസം എനിക്ക് യേശുവിൻ്റെ മരണത്തിൽ പങ്കാളിയാകാനുള്ളതല്ല, നാളെ എനിക്ക് കുർബാന അർപ്പിക്കാനുള്ളതാണ്, യേശുവിൻ്റെ മരണത്തിൽ പങ്കാളിയാവാനുള്ളതാണ്. ഇതൊക്കെ ചേർത്ത് വയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? പിറ്റേ ദിവസം കുർബാനയ്ക്ക് വരുമ്പോൾ ആ കാസിം പിലാസ എടുത്ത് പ്രാർത്ഥിക്കുന്ന സമയത്ത് നിൻ്റെ മരണമെല്ലാം അതിലേക്ക് യേശുവിൻ്റെ മരണത്തോട് അങ്ങ് ചേർത്ത് വെച്ച് അങ്ങ് പ്രാർത്ഥിക്കുക. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, വലിയൊരാൾ, നീ ഏറ്റവും അധികം വിശ്വസിച്ച ഒരാൾ നിന്നെ വഞ്ചിച്ചു എന്ന് വിചാരിക്കുക. ഭയങ്കര വിഷമമാണ് അല്ലേ? ഒരാൾ നമ്മൾ വഞ്ചിച്ചു, അല്ലെങ്കിൽ വളരെ പ്രിയപ്പെട്ട ആൾ, അങ്ങനെ വലിയ വിഷമം ഉണ്ടാവും. എൻ്റെ പ്രിയമുള്ള സഹോദരൻ, മക്കളോ ഭാര്യയോ ഭർത്താവോ ഒക്കെ ആണെങ്കിൽ അതിൻ്റെ ഇൻറ്റൻസിറ്റി വളരെയധികം കൂടും. ഈശോനെല്ലാവരും വഞ്ചിച്ച് ഈശോ കുരിശിൽ കിടക്കുന്നത് ഓർക്കുക. ആ കുരിശിലേക്ക്, ആ ബലിയിലേക്ക് നിൻ്റെ ഈ സഹനത്തെ അങ്ങ് ചേർത്ത് വയ്ക്കുക. പിന്നെ അപ്പം എന്താ സംഭവിക്കുകയെന്നറിയോ? ക്രിസ്തുവിൻ്റെ ഉത്ഥാനത്തിന് സദൃശ്യമായൊരു ഉത്ഥാനത്തിൽ നീ പങ്കാളിയാവും. വിശുദ്ധ കുർബാന അർപ്പിച്ചിട്ട് ഉത്ഥാനത്തിൻ്റെ അനുഭവം ഒരാൾക്കില്ലെങ്കിൽ, എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സമർപ്പിച്ചിട്ടില്ലേ നമ്മുടെ മരണങ്ങളെ? ഇപ്പോഴും നമ്മളത് നമ്മുടെ കയ്യിൽ തന്നെ കൊണ്ട് നടക്കുകയാണ്. മാർഗറ്റ് മേരിയുടെ അടുത്ത് ഈശോ പറഞ്ഞു, മോളെ നീ എല്ലാം എനിക്ക് സമർപ്പിച്ചിട്ടില്ല മോളെ, ഇത് താ. മാർഗറ്റ് മേരി എല്ലാം ഈശോയ്ക്ക് വിട്ടുകൊടുക്കണം. അവളുടെ പാപമടക്കം, പാപത്തിൻ്റെ മരണം അടക്കം അവൾ കർത്താവിന് വിട്ടുകൊടുക്കുകയാണ്. അപ്പോൾ കർത്താവ് വളരെ സന്തോഷത്തോടെ പറഞ്ഞു, അത് താ മോളെ. ഇതുപോലെ നമ്മുടെ ജീവിതം നമുക്കൊന്ന് കാഴ്ചവെക്കാം. പ്രിയമുള്ള മക്കളെ, നമ്മുടെ കുർബാനയെ, നമ്മുടെ ബലിയർപ്പണത്തെ ഒരു നിമിഷം ഒന്ന് നമുക്ക് വിചിന്തനം ചെയ്യാം. ഈശോ ശാരീരിക സാന്നിധ്യം നൽകി നമ്മുടെ അടുത്തേക്ക് വരുന്നു. അവൻ നമ്മോട് പറയുകയാണ്, നിനക്കൊരു ആത്മീയ ജീവനുണ്ട്, ദൈവിക ജീവനുണ്ട്, അത് ആസന്ന മരണാവസ്ഥയിലാണ്. എന്നെ ഭക്ഷിച്ചില്ലെങ്കിൽ നിൻ്റെ ആത്മാവ് ജീവിക്കുകയില്ല. വീണ്ടും കർത്താവ് പറയാ, നിനക്ക് ഭക്ഷണമായി തരാൻ വേണ്ടി, എൻ്റെ ജീവിതം തരാൻ വേണ്ടി, എൻ്റെ ശരീരം തരാൻ വേണ്ടി ഞാൻ വലിയൊരു സഹനത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്, വലിയൊരു ബലിയിലൂടെ കടന്നു പോയിട്ടുണ്ട്. എന്നിട്ട് ഈശോ നമ്മളോട് പറയാം, ഈ ബലിയിൽ നീ പങ്കാളിയാകണം, എൻ്റെ ഈ മരണത്തിൽ നീ പങ്കാളിയാകണം. അങ്ങനെയാണെങ്കിൽ നീ ഒരു ഉത്ഥാന അനുഭവം കഴിഞ്ഞ് വിശുദ്ധ കുർബാന അർപ്പിച്ച് പോകുമ്പോൾ നീ നിൻ്റെ ഭവനത്തിലേക്ക് പോകും. നിൻ്റെ മരണമെല്ലാം എനിക്ക് തരിക, ആസന്ന മരണാവസ്ഥയിലുള്ള നിൻ്റെ ആത്മാവിനെ നീ എനിക്ക് വിട്ടുതരിക, ആസന്ന മരണാവസ്ഥയിൽ എത്തിച്ചേർന്നിട്ടുള്ള നിൻ്റെ ജീവിത അനുഭവങ്ങളെ നീ എനിക്ക് വിട്ടുതരിക, കുർബാനയിൽ നീ അതെല്ലാം സമർപ്പിക്കുക. കുഞ്ഞേ, എൻ്റെ ഉത്ഥാനത്തിൻ്റെ അനുഭവം ഞാൻ നിനക്ക് തരും. ഈശോയെ, ഞങ്ങളെ തന്നെ സമർപ്പിക്കുകയാണ്, ഞങ്ങളുടെ ജീവിതാനുഭവങ്ങളെ സമർപ്പിക്കുകയാണ്. ഇന്ന് ഞാൻ ബലിയർപ്പിക്കുമ്പോൾ അതെല്ലാം കാസിയിലും പീലാസയിലും ഇട്ട് തരാൻ എന്നെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.